കഞ്ഞിക്കലം കഴുകി അരി അടുപ്പത്തിടാൻ പോകണതാണ് ഈ കാണുന്നത്. അത് നന്നായി ആ കലം നല്ലോണം കഴുകി ഇന്നലെ വെച്ചതാണ്. പക്ഷേ ഒന്നുകൂടി നല്ലോണം കഴുകിയിട്ട് ഞാൻ അരി അടുപ്പത്തിടുള്ളൂ. അത് കഞ്ഞിയിൽ വെള്ളം എടുക്കണതാണ് കാണുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. അരിക്കുള്ള വെള്ളം പിടിക്കുന്നതാണ്. കിണർ വെള്ളമാണ് ഞങ്ങൾക്ക്. വെള്ളം ആയിട്ടുണ്ട്. ടാങ്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ അരി എടുക്കാൻ പോവാണ്. അപ്പുറത്താണ് അരി ഇരിക്കണത്. 3 ഗ്ലാസ് അരി എടുത്ത് ഒരു ഗ്ലാസ് കൊണ്ട് അളന്നാണ് അരി എടുക്കുന്നത്. 3 ഗ്ലാസ് എടുത്തിട്ട് പോനിൽ അരി തീരാറായിരുന്നു. അത് സിങ്കിൽ വന്ന് ഞാനത് കഴുകിയെടുക്കുകയാണ്. അരി നന്നായി കഴുകും. ഈ റേഷൻ അരി ആയതുകൊണ്ട് കുറേ അഴുക്കുണ്ട് അതിൽ. നല്ല വെള്ളം മഞ്ഞ വരെ ഞാൻ നല്ലോണം കഴുകി നീറ്റാക്കിയിട്ടാണ് അരി അടുപ്പത്തിടുള്ളൂ. എല്ലാ അഴുക്കും കളഞ്ഞ് ഞാൻ തെളിഞ്ഞ വെള്ളമായപ്പോൾ അരി അടുപ്പത്തിടാൻ പോവാണ്. അരി ഇട്ടതിന് ശേഷം ഗ്യാസ് കത്തിച്ച് ഞാൻ അരി അടുപ്പത്തിടാൻ പോവാണ് ദേവിനെ വിചാരിച്ച്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഗ്യാസ് കത്തിച്ച് ഞാൻ വയ്ക്കുകയാണ്. അരി കഞ്ഞിക്കലം എടുത്ത് വയ്ക്കുകയാണ്. ഒരുപാട് പാത്രമൊക്കെ കഴുകാനുണ്ടായി. അതൊക്കെ ഞാൻ കഴുകി വെച്ച് രാവിലത്തെ ഭക്ഷണം കഴിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും പാത്രമുണ്ട്. അതെല്ലാം കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ആ ഫ്രിഡ്ജിലൊരു ചോക്കോ ബാർ ഇരിക്കുന്നുണ്ടായി. അതെൻ്റെ അച്ഛൻ്റെ ചോക്കോ ബാറായിരുന്നു. അത് ഞാൻ എൻ്റെ അച്ഛനെ എടുത്ത് കൊടുക്കണതാണ്. കറി വയ്ക്കാൻ പോയപ്പോഴാണ് ചോക്കോ ബാർ എടുത്ത് കൊടുത്തത്. അത് ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്യണതാണ് കാണുന്നത്. കട്ട് ചെയ്തിട്ട് ഞാൻ അത് അച്ഛനെ കൊണ്ട് കൊടുക്കുകയാണ്. കവർ അവിടെ വെച്ചു. ചോക്കോ ബാർ കൊണ്ട് കൊടുക്കാൻ പോവാണ്. അത് കൊടുത്തു. എന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ പോവാൻ. ചായ കുടിച്ചിട്ടുണ്ടായില്ല. ഇന്ന് ബ്രെഡും ഗ്രീൻ പീസും കട്ടൻ ചായയാണ് ഞാൻ കുടിച്ചത്. ഗ്രീൻ പീസ് ഒലത്തിയതാണ്. അതും ചായ ഞാൻ കുടിക്കുകയാണ്. അത് സ്പൂൺ കൊണ്ട് കോരി എടുക്കുക ഗ്രീൻ പീസ്. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയുണ്ട്. അരി തിളച്ച് തുടങ്ങി. ഇനി അത് താളിക്കാനുള്ള ഉള്ളി, പച്ചമുളക്, സവാള, പരിപ്പ് ഒലത്താനാണ് ഉച്ചത്തേക്ക് കറി വയ്ക്കാൻ. വേറെ ഒന്നുമില്ല. പരിപ്പ് നന്നായി കഴുകി ഞാൻ അതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഗ്യാസ് കത്തിച്ചത് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. കുക്കറിൽ വെച്ചാൽ വേഗം വെന്ത് കിട്ടും. പക്ഷേ അത് വെന്ത് കുഴഞ്ഞു പോകും. അതെനിക്കിഷ്ടമല്ല. ഒലത്താനായതുകൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ പെരടിച്ച് തൂക്കാൻ പോയി. സിറ്റ് ഔട്ട് തൂക്കാണ്. സിറ്റ് ഔട്ട് ഇപ്പം തന്നെ വെയിലായി, നല്ല വെയിലായി. സിറ്റ് ഔട്ട് ഞാൻ അടിച്ച് തൂത്ത് ഞാൻ തുണി അലക്കാൻ പോവാം. ഭയങ്കര വെയിലാണ്. ഇത് ഞങ്ങളുടെ കിണറാണ്. ഇവിടങ്ങളിലുള്ളൊക്കെ വീട് വെയിൽ വരുമ്പോൾ വെള്ളം പറ്റിപ്പോവും. ഇവിടെ ഒന്നും അങ്ങനെ എൻ്റെ വീട്ടിൽ വെള്ളം പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. 10-15 വർഷമായി ഞങ്ങളിവിടെ വീട് വെച്ചിട്ട്. അലക്കാൻ പോവാണ്. സോപ്പ് പൊടി ഇട്ട് ആദ്യം വച്ചിട്ട് ഞാൻ അലക്കിയിടും. അപ്പോൾ സോപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് അഴുക്കൊക്കെ നല്ലോണം ഇളകും. അത് നല്ലോണം പതിപ്പിക്കുകയാണ്. അതിലേക്ക് എല്ലാ തുണികളും പറക്കിയിടാണ്. ഞാൻ കൈ കൊണ്ടാണ് അലക്കിയിടണത് എല്ലാ സാധനവും. എല്ലാം അതിലാക്കി വയ്ക്കുകയാണ്. ഞാൻ തുണി അലക്കി കഴിഞ്ഞ് മുകളിലേക്ക് എത്തി. ഭയങ്കര വെയിലാണ് വാർക്കയുടെ മുകളിൽ. ഞാൻ ഓരോ തുണികളും ഇങ്ങനെ വിരിച്ച് ഇടാനേ. കത്തണ വെയിലാണ്. ഭയങ്കര കരിഞ്ഞു പോവും. അതുപോലത്തെ വെയിലാണ്. മരങ്ങളൊന്നുമില്ല വീട്ടിൽ ചുറ്റും.
അപ്പുറത്തെ സ്ഥലത്താണ് വാഴത്തോട്ടം. അത് കഴിഞ്ഞ് ഞാൻ പരിപ്പ് വെന്തിരുന്ന് അത് ഒലത്താൻ കടുക് ഇട്ട് ഉള്ളി ഇട്ട് അത് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ മുളക് പൊടി മാത്രമേ ഇടുള്ളൂ, മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഇടാറില്ല. മുളക് പൊടി ഇട്ട് അത് പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം ഇളക്കി അതിന് ശേഷം പരിപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ പരിപ്പ് ഞാൻ ഇടാൻ പോവാം. അതിലേക്ക് പരിപ്പിട്ട് മിക്സ് ചെയ്യാൻ പോവാം. അങ്ങനെ ഞങ്ങളുടെ പരിപ്പ് കറി എല്ലാം റെഡിയായി. ഉച്ചത്തേക്കുള്ളതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. പിന്നെ ഇന്നലെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായി. ഉച്ചത്തേക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചൂടൻ വെള്ളം കുടിക്കാനുള്ള ചൂടൻ വെള്ളം, ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അന്നേരം അലക്കിയപ്പോൾ എടുത്തതാണ്. ഷിഫാൻ ഷൈൻ മുക്കിയാണ് വിരിച്ചിടുന്നത്. തുണി അത് കലക്കി എല്ലാ തുണിയും അതിലേക്ക് പറക്കിയിട്ട് ഇളക്കി ഇത്രയേ ഉള്ള വീഡിയോ. എല്ലാവരും